ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതേപോലെ നല്ല അടിപൊളി മാലയും ബ്രേസ്ലെറ്റും ഉണ്ടാക്കി നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെട്ടിടുന്നതാണ്. അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കളർ ബീഡ്സാണ്. ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ക്രിസ്റ്റൽ ടെക്ക്, ഇത് പിന്നെ നൈലോണിൻ്റെ ഇലാസ്റ്റിക് വയറാണ് കേട്ടോ. സാധാ ഈർമ്പല്ല, ഇത് ഇങ്ങനത്തെ ഒക്കെ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക് വയർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതായി നെക്ക് ലോക്കും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ലൈറ്ററുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ നൈലോൺ ഇലാസ്റ്റിക് എടുക്കാം. എന്നിട്ട് അത് കുറച്ച് ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ ഹുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഒരു 3 പ്രാവശ്യം നല്ല ഉറപ്പിൽ തന്നെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു നല്ല ഉറപ്പോട് കൂടി തന്നെ ഇങ്ങനെ കെട്ടിട്ടതിന് ശേഷം നമുക്കത് പിന്നെ ഈ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് അതൊന്ന് ഉരുക്കിയെടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ കെട്ടിടുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. നല്ല ഉറപ്പിൽ തന്നെ നിന്നോളൂ. അതിന് ശേഷം നമുക്ക് പിന്നെ ഓരോ ബീഡ്സായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ ഇത്. കാരണം നമ്മളെല്ലാത്തിനും നമ്മളെ വീട്ടുകാരെ ആശ്രയിക്കണ്ടല്ലോ. ഒന്ന് ഫോൺ റീചാർജ് ചെയ്യണമെങ്കിലോ നമുക്കൊരു ഡ്രസ്സ് വാങ്ങണമെങ്കിലോ ഒക്കെ നമ്മളെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ നമ്മളെ പാരൻസിനെയോ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ വീട്ടിലിരുന്ന് ചെയ്തിട്ട് അത് ഫാൻസി ഷോപ്പുകളിലും അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികൾക്കും അങ്ങനെയൊക്കെ നമുക്ക് കൊടുത്ത് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കും നമ്മളെ ആവശ്യത്തിനുള്ള പൈസ നമുക്ക് തന്നെ അത്യാവശ്യത്തിന് കിട്ടുകയും ചെയ്യും. നമുക്കും മനസ്സിനും ഒരു സന്തോഷമായിരിക്കും. വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയുമ്പോൾ നമുക്ക് ഓരോ ചിന്തകളായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ വർക്കിൽ ഏർപ്പെട്ടാൽ നമ്മളെ മനസ്സിനും ഒരു സന്തോഷം ഉണ്ടാവും. നമുക്ക് ഒരു വരുമാന മാർഗം കൂടി ആയിരിക്കും ഇത്. അപ്പോൾ നമ്മളെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡിൽ ഈ ലോക്ക് കൂടെ ഇട്ട് കൊടുത്താൽ മാലൻ്റെ പണി കഴിഞ്ഞു. അത് ഒരു 2 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഷോപ്പുകളിലൊക്കെ പോയിട്ട് നമുക്ക് വളയും മാലയും ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്കിതൊക്കെ ഉണ്ടാക്കാം. എൻ്റെ ചാനലിൽ ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്, ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ. അതുപോലെ തന്നെ മെറ്റീരിയൽസും സെയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഞാൻ പറഞ്ഞു തരും. എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം എത്ര രൂപക്കാണ് സെയിൽ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതിനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോണ്ടേ കേട്ടോ. അപ്പോൾ വീഡിയോ കറക്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി അതെങ്ങനെയാണ് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നന്നായി കെട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് പിന്നെ ഇത്രയേ ഉള്ളൂ. ലോക്ക് ചെയ്തു, ഒരു മാലയായി. കണ്ടില്ലേ? ഇതേപോലത്തെ വേറെ ബീഡ്സ് വെച്ചിട്ടും മാലകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ ബീഡ്സിൻ്റെ മാല നിങ്ങൾക്ക് എന്താണോ ഇനി ആവശ്യം അത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേസ്ലെറ്റാണ്. ബ്രേസ്ലെറ്റ് പല മോഡലിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള മോഡലാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
അതും ഇതേപോലത്തെ ഇലാസ്റ്റിക്കിൻ്റെ നൈലോൺ തന്നെയാണ് കേട്ടോ എടുത്തത്. സാധാ ഈർമ്പ് ഒരിക്കലും എടുക്കരുത് കേട്ടോ. അത് ഇങ്ങനെ കെട്ടിടാനും ഇങ്ങനെ കോർക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ മേക്കിങ്ങിന് ഇങ്ങനത്തെ നൈലോണിൻ്റെ ഇലാസ്റ്റിക് തന്നെ വാങ്ങാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റിന് വേണ്ടി കുറച്ച് മുത്തുകൾ എടുത്താൽ മതി. എന്നിട്ട് അത് കോർത്തിട്ട് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, കുട്ടികളെ കയ്യിനനുസരിച്ച് എത്രയാണോ വേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള മുത്തുകൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഭാഗം കാണിക്കാണ്ട്. അപ്പോൾ ഇതാ ഇത്രയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ നന്നായി കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സാധാ പോലത്തെ കെട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ കെട്ടിട്ടാൽ മതി, നല്ല ഉറപ്പിൽ നിൽക്കുന്നു. പക്ഷേ ഒരിക്കലുമില്ല. ആ കെട്ട് ഒരു വലിച്ചാൽ തന്നെ അതങ്ങോട്ട് പൊട്ടിപ്പോരും. സാധാ കെട്ട് നമ്മൾ ഈ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടരുത്. നന്നായി ഒന്ന് വലിച്ചാൽ അതിങ്ങോട്ട് പൊട്ടി മുത്തുകളൊക്കെ പോരും. അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം നല്ല വൃത്തിക്ക് വേണ്ടേ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാ പോലെ 2 കെട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ 2 കെട്ടിട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റ് നോക്കി അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 2-3 പ്രാവശ്യമൊക്കെ ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മളിത് സിമ്പിളായിട്ട് പഠിക്കും. ഈ ഇലാസ്റ്റിക് ഞാനിങ്ങനെ തിരിച്ച് മടക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ തിരിച്ച് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തിരിച്ച് നമ്മൾ ഇതേപോലെ കൊണ്ടുവന്നിട്ട് അത് ഈ ഉള്ളിലൂടെ തന്നെ എടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ ഉള്ളിലൂടെ എടുത്തിട്ട് അതങ്ങോട്ട് വലിച്ച് മുറുക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാകാത്തവർ 2-3 പ്രാവശ്യം ഒന്നുകൂടെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പം നല്ല മുറുകി തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് എത്ര വലിച്ചാലും ഇനി അത് പൊട്ടിപ്പോവേ ഇല്ല കേട്ടോ. എത്ര നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എത്ര വലിച്ചാലും ഇതൊരിക്കലും അത് വിട്ടു പോവില്ല. മുത്തുകളും താഴെ പോവില്ല. നല്ല ഉറപ്പിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ബ്രേസ്ലെറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഉരുക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളെ കമൻറ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.